വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഒരു യുവാവിന്റെ മരണവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും കേട്ടാലും പഠിക്കാത്തവരാണ് നമ്മൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇത്തരം അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും നമ്മൾ കൂട്ടാക്കുന്നില്ല എന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വടകര അഴിയൂർ സ്വദേശി അൻസാറാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെടുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസിൽ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അൻസാർ. യാത്രയ്ക്കിടെ ഉച്ചയ്ക്ക് 12:30 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് അപകടം നടക്കുന്നത്. കാൽമുട്ടിന് താഴെ വേർപെട്ട നിലയിലായിരുന്നു അൻസാറിനെ കണ്ടെത്തുന്നത്. പിന്നീട് റെയിൽവേ പോലീസും RPFും ചേർന്നാണ് അൻസാറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്നാണ് മരണം സംഭവിക്കുന്നത്. ഇവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ അശ്രദ്ധയാണ് യുവാവിന്റെ മരണത്തിന് കാരണമായതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അൻസാർ യാത്ര ചെയ്തിരുന്നത് ആ ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു. യാത്രയ്ക്കിടെ അൻസാർ ഉറങ്ങിപ്പോവുകയും ഇതിനു പിന്നാലെ ട്രെയിനിൽ നിന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് നിഗമനം. സമീപകാലങ്ങളിലായി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണ ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മിക്കവാറും വേഗതയിൽ പോകുന്ന ട്രെയിനുകൾ പാലങ്ങളിലൂടെയോ അല്ലെങ്കിൽ വളവുകളിലൂടെയോ പോകുമ്പോൾ ആടിയുലയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് ശുചിമുറിയിലേക്ക് പോകുമ്പോൾ പോലും തുറന്നു കിടക്കുന്ന വാതിലിന് സമീപത്തെത്തുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്. പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡോറിനടുത്തിരുന്ന് യാത്ര ചെയ്യുന്നവരുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന ഏതൊരു ട്രെയിൻ എടുത്താലും അതിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ടായിരിക്കും. എത്രയോ അപകടങ്ങൾ സംഭവിച്ചിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഇനി ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ജീവനിൽ കൊതിയുള്ളവർ ഒരിക്കലും ഇങ്ങനെയുള്ള യാത്രകൾക്ക് മുതിരരുത്. കൂടാതെ ട്രെയിനിലെ ശുചിമുറിയിലേക്ക് പോകുന്നവർ ട്രെയിനിന്റെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് മാത്രം പോകാനായി ശ്രമിക്കുക. അല്ലാത്തപക്ഷം ഡോർ തുറന്നു കിടക്കുന്ന സമയത്താണ് നമ്മൾ പോകുന്നത് എങ്കിൽ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിലെ വാഷ് ബേസ് ഉപയോഗിക്കുമ്പോഴും വാതിൽ അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം വേഗത കൂടുന്നതിനനുസരിച്ച് ട്രെയിനിന്റെ വാതിൽ ഏത് സമയവും ശക്തിയായി അടയാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ദിനംപ്രതി ഇത്രയേറെ അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതിന് ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്നെ വേണം. കൂടാതെ നിങ്ങൾക്കുണ്ടായ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാനായി മറക്കരുത്.